മലയാള സിനിമാ പ്രേമികളെ നിരാശരാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ ടൊവിനോ തോമസ് ചിത്രത്തിന്റെ പള്ളിച്ചട്ടം എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് നീട്ടിയതായിട്ട് ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ തന്നെ അറിയിച്ചിരിക്കുകയാണ്. മലയാള സിനിമാ പ്രേമികൾ 2026 ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളൊന്നായിരുന്നു ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രം നടത്തിയ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ. ക്യൂൻ, ജനഗണമന തുടങ്ങിയ ഹിറ്റ് സിനിമകൾ അണിയിച്ചിരിക്കുക ഡിജോ ജോസ് ആന്റണി ഡയറക്ട് ചെയ്ത ചിത്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് പ്രതീക്ഷകളേറെയായിരുന്നു. പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ചിത്രത്തിന്റെ ട്രെയിലറും ടീസറും സോങ്സ് ഒക്കെ വന്നപ്പോൾ വലിയൊരു പ്രതീക്ഷയും ഹൈപ്പൊക്കെ കയറിയ ചിത്രം ഏപ്രിൽ 10 തിയേറ്ററിലോട്ട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് നീട്ടിയിരിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ മാസം 15 ചിത്രത്തിന്റെ റിലീസ് നീട്ടിയിരിക്കുന്നത്. കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ മറഞ്ഞുപോയൊരു അസാധാരണനായ ചട്ടമ്പിയുടെ കഥ പറയാൻ ഞങ്ങൾ എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സെൻസസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ സാങ്കേതിക തടസ്സം നേരിടുകയാണ്. അതിനാൽ സിനിമയുടെ റിലീസ് ഏപ്രിൽ 15 വിഷുദിനത്തിലേക്ക് മാറ്റേണ്ടി വന്നിരിക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നാണ് പള്ളിച്ചട്ടമ്പി ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് പാൻ ഇന്ത്യ റിലീസായിട്ടാണ് പള്ളിച്ചട്ടമ്പി എത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടി കാത്തിരുന്നാലും ബോക്സ് ഓഫീസിൽ മികച്ച ഒരു സിനിമയായിട്ട് മാറുകയാണെങ്കിൽ ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം തന്നെ ചിത്രം സ്വന്തമാക്കും. എന്തൊക്കെയാണ് പള്ളിച്ചട്ടമ്പിയുടെ റിലീസ് നീട്ടിയത് വീണ്ടും ഗുണം ചെയ്തിരിക്കുന്നത് വാഴ 2 തന്നെയാണ്. എന്തൊക്കെയാണ് ദൃശ്യം 3 റിലീസ് മാറ്റിയപ്പോഴും വാഴ 2 ഗുണം ചെയ്തു. ഇപ്പോഴത്തെ പള്ളിച്ചട്ടമ്പിയുടെ റിലീസ് കൂടെ മാറ്റിയത് കൊണ്ട് തന്നെ വാഴ 2 ഇനിയും അടുത്ത ആഴ്ച കൂടി കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം പള്ളിച്ചട്ടമ്പിയുടെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക.